ഇറാനെതിരെയുള്ള ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമാക്കുന്നതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ ഇസ്രായേലി സേന ആക്രമണത്തിൽ വധിച്ചത്. ഖമനേയിയെ മാത്രമല്ല, ഇസ്രായേലിന്റെ 3 മുതിർന്ന സൈനിക മേധാവിമാരെ ആക്രമണത്തിൽ വധിച്ചു എന്നുള്ള വിവരമാണിപ്പോൾ ഇസ്രായേൽ പുറത്തു വരുന്നത്. ഇറാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ഇന്റലിജൻസ് വിഭാഗം ഡെപ്യൂട്ടി മന്ത്രി സയ്യദ് യഹിയ ഹമീദി, ഇന്റലിജൻസ് വിഭാഗം തലവൻ ജലാൽ ഹൊസൈനി അടക്കമുള്ള ആളുകളെയാണ് ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വധിച്ചത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓപ്പറേഷൻ റോറിംഗ് ലയൺ എന്നറിയപ്പെടുന്ന ഏറ്റവും ആധുനികമായ ആക്രമണ പരമ്പരയിലാണ് ഇസ്രായേൽ ഇറാന്റെ തലമുതിർന്ന സൈനിക മേധാവിമാരെയും ഭരണ തലവന്മാരെയും വധിച്ചിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ കഴിഞ്ഞ ദിവസം വധിച്ചതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഖമനേയിയുടെ കൊട്ടാരത്തിലെ ഭൂഗർഭ അറയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു മീറ്റിംഗ് നടക്കുന്നതിനിടയിലാണ് ശനിയാഴ്ച ദിവസം രാവിലെ 9:30 ഇസ്രായേലിൻ്റെ അതിഭീകരമായ അതിമാരകമായ ആക്രമണം ഉണ്ടാകുന്നത്. ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ 30 ബോംബുകളാണ് ആയത്തുള്ള അലി ഖമനേയിയുടെ കൊട്ടാരത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് വർഷിച്ചത്. ആ ബോംബുകൾ പതിച്ച് ആ കൊട്ടാരം ഒന്നടങ്കം തകർന്ന് തരിപ്പണമാകുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ്. ആ കൊട്ടാരം തകർന്നപ്പോൾ ചിന്നിച്ചിതറിയത് ആയത്തുള്ള അലി ഖമനേയി അടക്കമുള്ള ഇറാന്റെ മുതിർന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ തലകളായിരുന്നു. ഒന്ന് പൊതുദർശനത്തിന് വയ്ക്കാൻ പോലും മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ. ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും തലതൊട്ടപ്പനായ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക ഭീകരപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ സഹായിയായ ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇറാനെ സംബന്ധിച്ച് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കരങ്ങളായിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഖമനേയിയെ മാത്രമല്ല, ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഡെപ്യൂട്ടി ഇൻ്റലിജൻസ് വിഭാഗം മേധാവി അടക്കമുള്ള ആളുകളെ ഇസ്രായേൽ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ. നേരത്തെ ഹമാസിന് 2023 ഒക്ടോബർ മാസം 7-നാണ് ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുന്നത്. ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി 1500ഓളം വരുന്ന സാധാരണക്കാരെ കൊന്നൊടുക്കിയതായിരുന്നു ഹമാസ് എന്ന ഭീകര സംഘടന ചെയ്ത കുറ്റം. ഇതുകൂടാതെ 300ഓളം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു ഹമാസ്. ഇതിനുള്ള തിരിച്ചടിയായിട്ടാണ് 2023 ഒക്ടോബർ 7-ന് ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത്. ആ യുദ്ധം 2.5 വർഷം പിന്നിടുമ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഗാസയിൽ നിന്നും പരിപൂർണമായും ഇല്ലാതാക്കുന്നതിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു ഇസ്രായേലി സേന. ഇനി ഏതാനും ചില ഹമാസ് ഭീകരന്മാർ മാത്രമാണ് ഗാസയിൽ അവശേഷിക്കുന്നത്. ബഹുഭൂരിപക്ഷം ഹമാസിൻ്റെ ഭീകര തലവന്മാരെയും, അത് ഇസ്മായിൽ ഹനിയ ആകട്ടെ യഹിയ സിൻവാർ ആകട്ടെ, ഇസ്രായേലി സേന കൊന്നൊടുക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇറാനുമായിട്ടുള്ള യുദ്ധം. 2025 ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയിരുന്നു. അന്ന് ആ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായും തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇസ്രായേലി സേന. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അതിമാരകമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. അതിന് ഒരു മറുപടി പറയാൻ പോലും ഇറാൻ എന്ന രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല. വലിയ വാക്കുകളും വലിയ വാചകമടിയും ഇറാൻ്റെ പക്കൽ എപ്പോഴുമുണ്ട്. തങ്ങളുടെ പക്കൽ ബാലിസ്റ്റിക് മിസൈലുണ്ട്, ഹൈപ്പർസോണിക് മിസൈലുണ്ട്, വലിയ ഡ്രോണുകളുണ്ട് എന്നൊക്കെ ഇറാൻ എപ്പോഴും വാചകമടിക്കാറുണ്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ഒരു മറുപടി നൽകാൻ ഇറാന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യത്തെ ആക്രമണം ഇറാൻ്റെ മസ്തകം ലക്ഷ്യമിട്ടായിരുന്നു. ഇറാൻ്റെ പക്കലുള്ള
റഷ്യൻ നിർമ്മിതമായിട്ടുള്ള S-300 എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ അന്നത്തെ ആക്രമണം. ആ ആക്രമണത്തിൽ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. പിന്നാലെ ഇറാനിലെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, ആണവ നിർമ്മാണ കേന്ദ്രങ്ങൾ, ആണവ പദ്ധതികളടങ്ങുന്ന മറ്റു കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേലി സേന തകർത്തരിപ്പണമാക്കി. മണിക്കൂറുകളോളം ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ടെഹ്റാൻ്റെ തലയ്ക്ക് മുകളിൽ നിന്നാണ് ബോംബ് വർഷിച്ച് ടെഹ്റാനെയും പരിസര പ്രദേശങ്ങളെയും തകർത്തരിപ്പണമാക്കിയത്. അന്ന് ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് ഒരു മറുപടി നൽകാൻ ഇറാൻ എന്ന രാജ്യത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആ ഇറാനെയാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് നേരെ ഹൈപ്പർസോണിക് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും നിരന്തരമായി ഇസ്രായേൽ എയ്തുവിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ ഒരെണ്ണം പോലും ഇസ്രായേൽ എന്ന രാജ്യത്തിലെ ഏതെങ്കിലും ജനവാസ മേഖലകളിലേക്ക് പതിക്കുന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ.